മലയാളികളായ വിശ്വാസികളോട് ചോദിക്കുകയാണ്, യഥാർത്ഥത്തിൽ ഈ മണികണ്ഠ സ്വാമി, അയ്യപ്പ സ്വാമി ഏത് വർഷമാണ് ജീവിച്ചിരുന്നത്? ഇതിനെക്കുറിച്ച് നിങ്ങൾ അറിയുമ്പോൾ ഞെട്ടും. ഏക ഹിസ്റ്റോറിക്കൽ ഡോക്യുമെന്റ് 2 ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർ വാർഡും കോണറും എഴുതുന്നു, ഇന്ത്യയുടെ ഏറ്റവും അന്തർഭാഗങ്ങളിൽ നിന്ന് പോലും ഇവിടെ ആൾക്കാർ വരുന്നുണ്ട്. ഞങ്ങൾ ഇവിടെ വരുമ്പോൾ ഒരു കൗതുകമുണ്ട്. ഇവിടെ പ്രായമായ സ്ത്രീകളുണ്ട്, കൊച്ചു പെൺകുട്ടികളുണ്ട്, ഇടയ്ക്കുള്ള പ്രായത്തിലെ സ്ത്രീകളില്ല. കാരണം ഇവരുടെ വിശ്വാസം ഇവരുടെ ദേവൻ ബ്രഹ്മചാരിയാണ് എന്നുള്ളതാണ്. നമ്മുടെ മതസൗഹാർദ്ദം, നമ്മുടെ ഐക്യം, നമ്മുടെ ആത്മീയത, ഇതിൻ്റെ എല്ലാം ഏറ്റവും വലിയ അടിസ്ഥാനത്തിലൊന്ന് ഈ സ്വാമി അയ്യപ്പനാണ്. ഇനി അത് സാധാരണ മനുഷ്യർക്ക് മനസ്സിലാകാൻ അന്നത്തെ ബാലരമ അമർ ചിത്രകഥാ മോഡലിൽ ഒരു കഥ പറഞ്ഞു കൊടുത്തു. ശിവനും വിഷ്ണുവും കല്യാണം കഴിച്ച് കുട്ടിയുണ്ടായതാണ്. ഹിന്ദുക്കളുടെ ഏറ്റവും വലിയ പ്രശ്നങ്ങളിലൊന്നെന്ന് പറഞ്ഞാൽ നമുക്ക് ഇത്തരത്തിലൊരു ആത്മീയ വിദ്യാഭ്യാസം പലപ്പോഴും കിട്ടാറില്ല. ശബരിമല എന്നും ഭക്തർക്കൊരു വികാരമാണ്. പക്ഷേ അതിൻ്റെ ഒരു ചരിത്രം അത് കൃത്യമായി ആളുകൾക്ക് അറിയില്ല. അതൊന്ന് എങ്ങനെയാണത്? ഏറ്റവും കൗതുകമുള്ളൊരു കാര്യം ചോദിക്കാം. ഞാൻ പല വേദികളിലും പോയി ചോദിക്കുന്നതാണ്. യേശു ക്രിസ്തു, ലോകാരാധ്യനായ യേശു ക്രിസ്തു എത്ര വർഷം മുമ്പാണ് ജീവിച്ചത് എന്ന് നമ്മളോട് ചോദിച്ചാൽ നമ്മുടെ നാട്ടിലെ ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും വിശ്വാസി അവിശ്വാസി എല്ലാം പറയും ഏകദേശം 2000 വർഷങ്ങൾക്ക് മുമ്പാണ്. അങ്ങനെയാണ് നമ്മുടെ BC AD ഒക്കെ വരുന്നത്. പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏത് വർഷമാണ് ജീവിച്ചിരുന്നതെന്ന് ചോദിച്ചാൽ നമ്മുടെ മുസ്ലിം സഹോദരന്മാർ, പൊതുസമൂഹവും ചരിത്രമൊക്കെ വായിക്കുന്നവർ പറയും ഏകദേശം 1500 വർഷം മുമ്പ് മക്ക മദീന പ്രദേശങ്ങളിലാണ് ഉണ്ടായിരുന്നത്. നമ്മൾ മലയാളികളോട് ചോദിക്കുകയാണ്, മലയാളികളായ വിശ്വാസികളോട് ചോദിക്കുകയാണ്, യഥാർത്ഥത്തിൽ ഈ മണികണ്ഠ സ്വാമി, അയ്യപ്പ സ്വാമി ഏത് വർഷമാണ് ജീവിച്ചിരുന്നത് എന്ന് ചോദിച്ചാൽ നമുക്ക് ഉത്തരം അറിയില്ല എന്നുള്ളത് മാത്രമല്ല പ്രശ്നം. നമുക്ക് ആ ചോദ്യം ചോദിക്കാനൊരു ഇടവും സ്ഥലവും ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ്. അയ്യപ്പൻ്റെ ചരിത്രം ഏറ്റവും കുറവ് സമയത്തിൽ 30 സെക്കൻഡിൽ ഞാൻ കൗതുകത്തോടെ പറയാം. അയ്യപ്പൻ്റെ ജനിച്ച പേര് മണികണ്ഠൻ എന്നാണ്. അത് ഒരുപക്ഷെ എല്ലാവർക്കും അറിയാം. മണികണ്ഠൻ ജീവിച്ചിരുന്ന കാലത്ത് നമ്മുടെ ഹിന്ദു സമൂഹം ശൈവരെന്നും വൈഷ്ണവരെന്നും 2 വിഭാഗമായി തിരിഞ്ഞ് ഒരു സ്പർദ്ധയിലായിരുന്നു. ഇതാണ് നമ്മുടെ കമലഹാസൻ്റെ ദശാവതാരം സിനിമയൊക്കെ കാണിക്കുന്ന പൊന്നിയൻ സെൽവനിലുമൊക്കെ ഈ ശൈവ വൈഷ്ണവ ക്ലാഷുകൾ പറയുന്നുണ്ട്. യഥാർത്ഥത്തിൽ നമ്മുടെ കേരളത്തിൽ ജനിച്ച, പന്തളത്ത് ജനിച്ച നമ്മുടെ മണികണ്ഠ കുമാരനാണ് ഈ അയ്യനെയും അപ്പനെയും ഒന്നിപ്പിക്കുന്നത്. അയ്യൻ എന്ന് പറഞ്ഞാൽ വിഷ്ണു, അപ്പൻ എന്ന് പറഞ്ഞാൽ ശിവൻ, ശൈവരെയും വൈഷ്ണവരെയും ഒന്നിപ്പിക്കുന്നത്. അങ്ങനെ പുള്ളിക്ക് കിട്ടിയ ടൈറ്റിലാണ് അയ്യപ്പൻ. അതുകൊണ്ടാണ് പോകുന്ന ആൾക്കാരെ അയ്യപ്പന്മാർ എന്ന് വിളിക്കുന്നത്. പുള്ളിയുടെ പേരെന്ന് പറഞ്ഞാൽ മണികണ്ഠൻ എന്നാണ്, മണികണ്ഠ സ്വാമി എന്നാണ്. പക്ഷേ അയ്യപ്പൻ എന്ന് വിളിക്കുന്നത് ശൈവരെയും വൈഷ്ണവരെയും ഒന്നിപ്പിച്ചു. ഇനി അത് സാധാരണ മനുഷ്യർക്ക് മനസ്സിലാകാൻ അന്നത്തെ ബാലരമ അമർ ചിത്രകഥാ മോഡലിൽ ഒരു കഥ പറഞ്ഞു കൊടുത്തു. ശിവനും വിഷ്ണുവും കല്യാണം കഴിച്ച് കുട്ടിയുണ്ടായതാണ് എന്ന് പറഞ്ഞാൽ ശൈവരെയും വൈഷ്ണവരെയും ഒന്നിപ്പിച്ചതാണ്. ഇത്രയും അർത്ഥമുള്ളൂ. മണികണ്ഠൻ ജീവിച്ചിരുന്നത് ഏകദേശം 950 വർഷം, അല്ലെങ്കിൽ 900 to 1000 ഇയേഴ്സ് ബാക്കാണ്. കൊല്ലവർഷം 200, അതായത് കൊല്ലവർഷം AD 800 തുടങ്ങുന്നത്. കൊല്ലവർഷം 200, 250 കാലഘട്ടത്ത് പന്തളത്ത് ജനിച്ച്, ഇപ്പോൾ അയ്യപ്പൻ്റെ അമ്മയുടെ തായ് വഴിയാണ് പാണ്ഡ്യ രാജവംശം. അവർ മധുരയിൽ നിന്നാണ് വരുന്നത്. മധുരയിൽ നിന്ന് വന്ന് പന്തളത്ത് കൈപ്പുഴ തമ്പാൻ എന്ന് പറഞ്ഞൊരു വ്യക്തിയിൽ നിന്ന് സ്ഥലം മേടിച്ച് ഇവരവിടെ ഒരു സ്വരൂപം, കൊട്ടാരം അല്ലെങ്കിൽ ഇന്ന് കാണുന്ന രീതിയിൽ പന്തളത്തുണ്ടാക്കുകയും അതിനുശേഷം ആ താവഴിയിൽ രാജശേഖരൻ്റെ സഹോദരിയായ മായയ്ക്ക് ജനിച്ച മണികണ്ഠൻ, അച്ഛൻ്റെ പേര് ജയന്തൻ, അമ്മയുടെ പേര് മായ, ജനിച്ച മണികണ്ഠനാണ് നമ്മളിന്ന് അയ്യപ്പനായി കാണുന്നത്. നമ്മൾ ഹിന്ദുക്കളുടെ ഏറ്റവും വലിയ പ്രശ്നങ്ങളിലൊന്നെന്ന് പറഞ്ഞാൽ നമുക്ക് ഇത്തരത്തിലൊരു ആത്മീയ വിദ്യാഭ്യാസം പലപ്പോഴും കിട്ടാറില്ല. നമ്മൾ മറ്റേ ശ്രീനിവാസൻ ചിന്താവിഷ്ടയ ശ്യാമളെ പറയുന്ന പോലെയാണ്, ഇനി പോയേക്കാം, പോയില്ലെങ്കിൽ റിസ്ക് എടുക്കണ്ട, അല്ലെങ്കിൽ അമിത ഭക്തിയാവും, അല്ലെങ്കിൽ അതിൽ തന്നെ കാണിച്ചതുപോലെ ഓവർ ഭക്തിയാവും. നമുക്കപ്പോൾ അമ്മയൊക്കെ പറയുന്നുണ്ട്, അമൃതാനന്ദമയി ദേവി പറയുന്നുണ്ട്, ഈ ജ്ഞാനവും കൂടി വേണം. ഭക്തി മഹത്തരമാണ്, സംശയമൊന്നുമില്ല. പക്ഷേ ഭക്തിയാണ് ഹൃദയത്തെ ഏറ്റവും നന്നാക്കുന്നത്. ഭക്തിയോടൊപ്പം അറിവ്, ജ്ഞാനം, ചിന്ത. നേരത്തെ പറഞ്ഞു ശബരിമല ഒരു വികാരമാണ്. ശബരിമല വികാരത്തോടൊപ്പം ഒരു വിചാരം കൂടി വേണം. ആ അയ്യപ്പൻ ലോകത്തിന് മാതൃകയാണ്. നമ്മുടെ ഇന്ത്യയുടെ പ്രസിഡൻ്റായ ആദരണീയായ ദ്രൗപദി മുർമു ഏറ്റവും പ്രാചീനമായ സന്താൾ വിഭാഗത്തിൽ നിന്നാണ് വരുന്നത്. ദ്രൗപദി മുർമു വന്ന് വളരെ ആദരവോടെ ഇന്ത്യൻ പ്രസിഡന്റ് ശബരിമല വരുന്ന നമ്മളെല്ലാം കണ്ടു. അയ്യപ്പൻ്റെ സുഹൃത്ത് വാവർ എന്ന് പറയുന്നത് പാത്തുമ്മയുടെ അലിയുടെ മകനാണ്. നമ്മുടെ പ്രസിഡന്റ് ആദ്യമായിട്ട് അവിടെ പോയപ്പോൾ എല്ലാ അയ്യപ്പ ഭക്തരും ചെയ്യുന്ന പോലെ വാവർ സ്വാമി നടയിൽ പോയി അവിടെ നിന്ന് അനുഗ്രഹം മേടിച്ചു, അയ്യപ്പനെ വന്ന് കണ്ടു. നമ്മുടെ അയ്യപ്പ സംഗമത്തിലും സൂചിപ്പിക്കുകയുണ്ടായി, അയ്യപ്പൻ ഹിന്ദുവാണ്, വാവർ മുസ്ലിമാണ്, വെളുത്ത ക്രിസ്ത്യാനിയാണ്. അയ്യപ്പൻ്റെ മറ്റൊരു സുഹൃത്താണ് അർത്തുങ്കലെ വെളുത്ത. ഈ വെളുത്തയെ കൂടി ആ ഭാഗത്തു നിന്ന് വരുന്നവർ വെളുത്തയുടെ എവിടെയും പോയി പ്രണമിച്ചിട്ടാണ് വരുന്നത്. നമ്മുടെ മതസൗഹാർദ്ദം, നമ്മുടെ ഐക്യം, നമ്മുടെ ആത്മീയത, ഇതിൻ്റെ എല്ലാം ഏറ്റവും വലിയ അടിസ്ഥാനത്തിലൊന്ന് ഈ സ്വാമി അയ്യപ്പനാണ്.
ഇന്ന് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ വരുന്ന തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഇന്ത്യയിൽ നിന്ന് ഉള്ള 2 തീർത്ഥാടന കേന്ദ്രങ്ങൾ ശബരിമലയും തിരുപ്പതിയുമാണ്. അതും സീസണൽ തീർത്ഥാടനങ്ങൾ ശബരിമലയാണ്. തിരുപ്പതിയിൽ എല്ലാ ദിവസവും 50,000-ഓളം പേര് വരുന്നതാണ്. അതാണ് ഈ തിരുപ്പതി മോഡൽ റിപ്പോർട്ട്. നമ്മുടെ ജയകുമാർ സാർ ഇപ്പോഴത്തെ ദേവസ്വം പ്രസിഡന്റ് റിപ്പോർട്ടാണ് തിരുപ്പതി മോഡൽ റിപ്പോർട്ട്. നല്ല റിപ്പോർട്ടാണ്, ഞാൻ പഠിച്ചിട്ടുണ്ടത്. പക്ഷേ ശബരിമലയിൽ ഈ ദശലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആൾക്കാർ വരുന്നത് ഒരു പ്രത്യേക സീസണിലാണ്. ഇതൊരു പിൽഗ്രിമേജ് ആണ്. കുറച്ചുകൂടെ കൃത്യമായിട്ട് പറഞ്ഞാൽ നമ്മുടെ ഹിന്ദു സിസ്റ്റത്തിൽ അല്ലെങ്കിൽ സനാതനധർമ്മത്തിൽ അമ്പലവുമുണ്ട്, തീർത്ഥാടന കേന്ദ്രവുമുണ്ട്. ഉദാഹരണം, ഗുരുവായൂർ അമ്പലമാണ്. എല്ലാ ദിവസവും നമുക്ക് ആ അമ്പലത്തിൽ പോകാം, പഞ്ചശുദ്ധികൾ മാത്രം നോക്കിയാൽ മതി, അതായത് ബേസിക് കാര്യങ്ങൾ. പക്ഷേ ശബരിമല ഒരു തീർത്ഥാടന കേന്ദ്രമാണ്. ഉദാഹരണം, പെട്ടെന്ന് മായാജിയോട്, ഈ സംസ്കാരത്തോടൊക്കെ ഇഷ്ടമുള്ളൊരു വ്യക്തിയല്ലേ, ഒരു കൗതുകമുള്ളൊരു ചോദ്യം ചോദിക്കാം. ഇന്ത്യയിലെ വേറെ ഏതെങ്കിലും അമ്പലത്തിൽ കറുപ്പ് വസ്ത്രം ഉപയോഗിക്കുന്ന പ്രത്യേകത കണ്ടിട്ടുണ്ടോ? ഇതേപോലെ 18 പടികളുടെ ഒരു പ്രത്യേകത കണ്ടിട്ടുണ്ടോ? ഈ ഒരു മണ്ഡല മകരവിളക്ക് കാലത്തെ വ്രതം എടുത്തു പോകണമെന്നുള്ള സാധനമുണ്ടോ? ഇതൊക്കെ സ്വാമി അയ്യപ്പൻ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തതാണ്. അയ്യപ്പൻ 950 വർഷങ്ങൾക്ക് മുമ്പ് ശബരിമലയെ പുനരുദ്ധരിച്ചപ്പോൾ അയ്യപ്പൻ ഉണ്ടാക്കിയ ആചാരാനുഷ്ഠാന പദ്ധതിയാണ്. യഥാർത്ഥത്തിൽ ഒരു വരി കൂടെ പറഞ്ഞാൽ, യഥാർത്ഥത്തിൽ ശബരിമലയിൽ ഇരിക്കുന്ന അടിസ്ഥാന മൂലപ്രതിഷ്ഠ ശ്രീധർമ്മശാസ്താവാണ്. ആ ശ്രീധർമ്മശാസ്താവിലേക്ക് നൈഷ്ഠിക ബ്രഹ്മചാരിയായ അയ്യപ്പൻ വിലയം ചെയ്തതാണ്. ഇതിൻ്റെ വ്യത്യാസം എന്താണെന്ന് പറഞ്ഞാൽ, ശ്രീധർമ്മശാസ്താവിന് 2 ഭാര്യമാരുണ്ട്, പൂർണ്ണ, പുഷ്കല. എന്നാൽ അയ്യപ്പസ്വാമിയാണ് നൈഷ്ഠിക ബ്രഹ്മചാരി. അപ്പോൾ നമ്മൾ ഹിന്ദുക്കൾക്ക് ഇത്തരം കാര്യങ്ങൾ പഠിക്കാനോ അറിയാനോ ചോദിക്കാനോ ഒരു ഇടം കിട്ടുന്നില്ല എന്നുള്ളതാണ്. ഞാൻ ഈ പറയുന്നതെല്ലാം ഡോക്യുമെൻ്റഡ് ആണ്. ഇതിനോട് ഒരു വരി കൂടെ പറഞ്ഞ് ഇതിനെക്കുറിച്ച് നിങ്ങൾ അറിയുമ്പോൾ ഞെട്ടും. ഏക ഹിസ്റ്റോറിക്കൽ ഡോക്യുമെൻറ്റ്, അതായത് ഭക്തിയിൽ 100 കണക്കിന് പുസ്തകങ്ങളുണ്ട്, ഭക്തി വിശ്വാസമുള്ള 100 കണക്കിന് പുസ്തകങ്ങളുണ്ട്. ഒരേ ഒരു ചരിത്രപരമായ ഡോക്യുമെൻ്റ് 1812 ബ്രിട്ടീഷുകാരെഴുതിയ മെമ്മോയർ ഓഫ് ദി സർവേ ഓഫ് ട്രാവൻകൂർ ആൻഡ് കൊച്ചിൻ സ്റ്റേറ്റ്സ് വോളിയം 2 പേജ് നമ്പർ 136 പാരഗ്രാഫ് 4. വാർഡും കോണറും എന്ന 2 ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർ നമ്മുടെ നാടിൻ്റെ തിരുവിതാംകൂറിൻ്റെ സെൻസസ് എടുക്കാൻ വന്നതാണ്. നമ്മുടെ നാടിൻ്റെ ഭംഗി കണ്ട് അവരതിൻ്റെ ഓർമ്മക്കുറിപ്പുകൾ എഴുതി. ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും നമ്മുടെ നാടിൻ്റെ ഭംഗി കണ്ട്, അന്നേ ഇത് പേരില്ലെങ്കിലും അന്നേ ഇത് ഗോഡ്സ് ഓൺ കൺട്രിയാണ്. അപ്പോൾ അവർ എഴുതിയപ്പോൾ അതിൽ പേജ് നമ്പർ 136 ശബരിമല വരുന്നതിൻ്റെ അനുഭവം എഴുതിയിട്ടുണ്ട്. അതിൽ 2 ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർ വാർഡും കോണറും എഴുതുന്നു, ഇന്ത്യയുടെ ഏറ്റവും അന്തർഭാഗങ്ങളിൽ നിന്ന് പോലും ഇവിടെ ആൾക്കാർ വരുന്നുണ്ട്. ഓർക്കുക, തിരുവിതാംകൂറിൽ നിന്നല്ല, മദ്രാസ് പ്രസിഡൻസി എന്നല്ല, സൗത്ത് ഇന്ത്യ എന്നല്ല, പീപ്പിൾ ഫ്രം ദി മോസ്റ്റ് റിമോട്ടസ്റ്റ് കോർണേഴ്സ് ഓഫ് ഇന്ത്യ വിസിറ്റഡ്. അവർ വന്ന ജനുവരി 12-നാണ് അവർ വരുന്നത്. 10,000 മുതൽ 15,000-ഓളം ആൾക്കാർ ഇവിടെ വരുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ ആകെ ജനസംഖ്യ ഏതാനും ലക്ഷങ്ങളെ എന്നുള്ളൂ. ഏതാനും ദശലക്ഷങ്ങളാണ് ഇന്ത്യയുടെ ആകെ ജനസംഖ്യ ഉള്ളത്. അതിൽ 10,000 മുതൽ 15,000 ആൾക്കാർ ഇവിടെ വരുന്നുണ്ട്. പക്ഷേ ഞങ്ങളിവിടെ വരുമ്പോൾ ഒരു കൗതുകമുണ്ട്. ഇവിടെ പ്രായമായ സ്ത്രീകളുണ്ട്, കൊച്ചു പെൺകുട്ടികളുണ്ട്, ഇടയ്ക്കുള്ള പ്രായത്തിലെ സ്ത്രീകളില്ല. കാരണം ഇവരുടെ വിശ്വാസം ഇവരുടെ ദേവൻ ബ്രഹ്മചാരിയാണ് എന്നുള്ളതാണ്. ഇതാണ് നമ്മുടെ ഏക ചരിത്ര പുസ്തകം. നമ്മൾ ഹിന്ദുക്കൾക്കും വിശാല അർത്ഥത്തിൽ മലയാളികൾക്കും അതിവിശാല അർത്ഥത്തിൽ ഇന്ത്യക്കാർക്കും പറ്റിയത് നമ്മൾ നമ്മുടെ ചരിത്രം മറന്നുപോയി എന്നുള്ളതാണ്. നമ്മുടെ ഇന്നലകളെ മറന്നുപോയി എന്നുള്ളതാണ്. നമുക്ക് പ്രൗഢഗംഭീരമായ ആയിരക്കണക്കിന് വർഷം നിലനിൽക്കുന്നൊരു ചരിത്രമുണ്ട്. ഇതറിയാൻ നമുക്ക് പലപ്പോഴും ഒരു മെക്കാനിസം ഇല്ല. ഇതറിയാത്തതാണ് നമ്മുടെ ഏറ്റവും വലിയ പരാജയവും നമ്മൾ ഏറ്റവും ശരിയാക്കേണ്ട ഒരു മേഖലയും. ഓക്കെ.